നമസ്കാരം. ഇറാനെതിരെ യുഎസും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ ഇറാൻ്റെ സുപ്രീം ലീഡർ ഖമേനി കൊല്ലപ്പെട്ടതിൻ്റെ ഇമ്പാക്റ്റ് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ന് ഗൾഫ് രാജ്യങ്ങളിലെ മാർക്കറ്റുകളൊക്കെ നെഗറ്റീവ് സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കയുടെ പ്രധാന ബേസായ സൗദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ, കുവൈത്ത്, UAE തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇറാൻ മിസൈൽ അറ്റാക്ക് നടത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഗൾഫ് രാജ്യങ്ങളിലെ സ്റ്റോക്ക് മാർക്കറ്റുകളിലൊക്കെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ സ്റ്റോക്ക് മാർക്കറ്റുകളിലൊക്കെ സെല്ലിംഗ് പ്രഷർ പ്രകടമാകുന്നത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഏഷ്യൻ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. US ഇസ്രായേൽ മിലിറ്ററി ഒഫൻസ് ആക്ഷന് ശേഷം ഗ്ലോബൽ മാർക്കറ്റും വളരെയധികം അസ്ഥിരപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഗ്ലോബൽ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ കൺസേൺ ബ്രന്റ് ക്രൂഡിൻ്റെ വിലയിൽ വരാൻ പോകുന്ന വർധനവാണ്. കാരണം US ഇറാൻ സംഘർഷത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടിരിക്കുകയാണ്. ഗ്ലോബൽ ഓയിൽ സപ്ലൈയുടെ 20% നടക്കുന്നത് ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. അതുകൊണ്ട് ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടത് മൂലം ബ്രന്റ് ക്രൂഡിൻ്റെ വില വർദ്ധിക്കും. ഇപ്പോൾ തന്നെ ബ്രന്റ് ക്രൂഡിൻ്റെ വില $73 പെർ ബാരൽ എന്ന ലെവലിനടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. വരും ദിവസങ്ങളിലും ഇതും തുടരുകയാണെങ്കിൽ ബ്രന്റ് ക്രൂഡിൻ്റെ വില $100 പെർ ബാരൽ എന്ന ലെവലിലേക്ക് ഉയരും. ഇത് ഇന്ത്യയെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. കാരണം ഇന്ത്യ ലോകത്തെ തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ ക്രൂഡ് ഇമ്പോർട്ടർ രാജ്യമാണ്. ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള 85 മുതൽ 90% ക്രൂഡും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്രൂഡിന് $70 പെർ ബാരൽ എന്ന ലെവലിലായിരിക്കുമ്പോൾ മാത്രം പ്രതിമാസം 8,80,000 കോടിയോളം രൂപ ക്രൂഡ് ബൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നീക്കി വയ്ക്കാറുണ്ട്. ആ സാഹചര്യത്തിൽ ക്രൂഡിൻ്റെ വില ഉയരുകയാണെങ്കിൽ അത് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിനെ വർദ്ധിപ്പിക്കുകയും ഇതുവഴി ഇൻഫ്ലേഷൻ പ്രഷർ ഉയരാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ ഇൻഫ്ലേഷൻ പ്രഷർ ഉയരുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി വരികയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ മാർക്കറ്റിൽ കൂടുതൽ സെല്ലിംഗ് നടത്തി മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ വർദ്ധിപ്പിക്കാനും അതുവഴി മാർക്കറ്റ് വീണ്ടും ഇടിയാനുമുള്ള സാധ്യതയുണ്ട്. നാളെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് പ്രതീക്ഷിക്കാമെങ്കിലും പാനിക് സെല്ലിംഗ് വരാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. നാളെ ഓട്ടോമൊബൈൽ, ഫിനാൻഷ്യൽ, FMCG തുടങ്ങിയ സെക്ടറുകളിൽ സെല്ലിംഗ് പ്രഷർ പ്രതീക്ഷിക്കാം. ഈ സെക്ടറുകൾ 1% ഇടിയാൻ സാധ്യതയുണ്ട്. അതേസമയം IT സെക്ടറിന് സപ്പോർട്ട് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. IT സെക്ടർ ആൾറെഡി ഓവർ സോൾഡ് സോണിലാണ്. കൂടാതെ ഈ യുദ്ധം IT സെക്ടറിനെ ബാധിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അതുകൊണ്ട് IT സെക്ടർ നാളെ സസ്റ്റെയിൻ ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ഇവിടെ ഈ യുദ്ധം എത്ര നാൾ നീണ്ടു നിൽക്കും എന്നതിനനുസരിച്ചായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരിക. ഇനി പ്രധാനമായും നാളെ ശ്രദ്ധിക്കേണ്ട ഒരു സെക്ടർ ഓയിൽ ആൻഡ് എനർജി സെക്ടറാണ്. ക്രൂഡിൻ്റെ പ്രൈസിലുണ്ടായിരിക്കുന്ന വർധനവിൻ്റെ ബെനിഫിറ്റ് BPCL, HPCL, IOCL, റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ലഭിച്ചേക്കാം. കൂടാതെ ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളെയും നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. പശ്ചിമേഷ്യയിൽ അസ്ഥിരത വർദ്ധിക്കുകയും ഏഷ്യയിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഭാരത് ഇലക്ട്രോണിക്സ്, HAL, ഭാരത് ഡൈനാമിക്സ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ നാളെ പോസിറ്റീവ് മൂവ്മെൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും പ്രൈസിൽ വന്നിരിക്കുന്ന വളരെ വലിയ ഫ്ലക്ച്വേഷൻ ടൈറ്റാൻ, മുത്തൂറ്റ് ഫിനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഒരു മൂവ്മെൻറ്റിന് കാരണമായേക്കും. അതേസമയം ഹോർമസ് കടലിടുക്ക് വഴിയുള്ള ക്രൂഡിൻ്റെ സപ്ലൈയിൽ വരാൻ പോകുന്ന കുറവും പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ എക്സ്പോർട്ടിൽ ഉണ്ടാകാൻ പോകുന്നതും അതുപോലെ തന്നെ ലോജിസ്റ്റിക് സപ്ലൈ ചെയിനിൽ വരാൻ പോകുന്ന ഡിസ്ട്രപ്ഷൻസിൻ്റെയും പശ്ചാത്തലത്തിൽ ടെക്സ്റ്റൈൽ, ഫാർമസ്യൂട്ടിക്കൽ തുടങ്ങിയ സെക്ടറുകളിൽ നാളെ സെല്ലിംഗ് പ്രഷർ പ്രതീക്ഷിക്കാവുന്നതാണ്. നിഫ്റ്റി 200-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് താഴെ എത്തുകയും നിഫ്റ്റിയിൽ തുടർച്ചയായി 4 നെഗറ്റീവ് ക്യാൻഡിലുകൾ അല്ലെങ്കിൽ ബിയറിഷ് ക്യാൻഡിലുകൾ ഫോം ചെയ്യുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് കൂടുതൽ വീക്കായിരിക്കുകയാണ്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 25,300 ഇനിയുള്ള പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. 25,000, 25,050 തുടങ്ങിയ ലെവലുകളിലായിരിക്കും മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ട് ലഭിക്കുക. ഏതെങ്കിലും കാരണവശാൽ 25,000 എന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ 24,780 ആയിരിക്കും മാർക്കറ്റിൻ്റെ അടുത്ത പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. ഇനി നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സെല്ലിംഗ് പ്രഷർ വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കിനെ കൂടി പരിചയപ്പെടാം. സ്റ്റോക്കിൻ്റെ പേര് ഫിനോ പേയ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡ്. ഫിനോ പേയ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ ഋഷി ഗുപ്തയെ GST ടാക്സ് പ്രൊവിഷൻ ഇൻവെസ്റ്റിഗേഷൻ്റെ പശ്ചാത്തലത്തിൽ അറസ്റ്റ് ചെയ്തതുമൂലമാണ്
നാളെ ഫിനോ പേയ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുക. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിലും ഫിനോ പേയ്മെൻറ്റ് ബാങ്ക് എന്ന സ്റ്റോക്ക് 7.5% ഇടിഞ്ഞ് 192 രൂപയ്ക്ക് അടുത്തെത്തിയിരുന്നു. 188 സ്റ്റോക്കിൻ്റെ 52 വീക്കിലോ. നാളെ 188 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ സ്റ്റോക്കിൽ കൂടുതൽ സെല്ലിംഗ് പ്രഷർ വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ GST ലോസുമായി ബന്ധപ്പെട്ട് ഫേക്ക് ഇൻവോയ്സസ് റൈസ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന അപ്ഡേറ്റാണ്. ഫിനോ ബാങ്ക് എന്ന സ്റ്റോക്ക് റീസെൻ്റ്ലി മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുകയും കമ്പനി RBIയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ നേടി ഫസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൽ നിന്നും സ്മോൾ ഫിനാൻസ് ബാങ്ക് കാറ്റഗറിയിലേക്ക് എത്തുകയും ചെയ്ത ഒരു ബാങ്കാണ്. ഈ ബാങ്കിൽ വന്ന ഫ്രോഡിനെസ് പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ ചിലപ്പോൾ സെല്ലിംഗ് പ്രഷർ വരാനും 188 എന്ന സപ്പോർട്ട് നഷ്ടമാകാനും സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്